പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ പൂക്കളിൽ തളിർക്കുമ്പോൾ തേനീച്ചകൾ തന്റെ ദിനയാത്ര തുടങ്ങുന്നു. ഓരോ പൂവിലും അവർ തേനും പരാഗവും ശേഖരിക്കുന്നു. പ്രകൃതിയുടെ മൃദുല നൃത്തം പോലെ ജീവിതത്തിന്റെ രസം അവർ പകരുന്നു. പുഷ്പങ്ങളിൽ നിന്ന് ശേഖരിച്ച ആ നിധി അവരൊക്കെയും ചേർന്ന് ഒരു അദ്ഭുത ലോകം തീർക്കുന്നു. തിളങ്ങുന്ന സ്വർണ്ണ തേനീച്ചക്കൂട്. അവിടെ മധ്യഭാഗത്ത് മഹത്തായ രാജ്ഞി തേനീച്ച വസിക്കുന്നു. അവളുടെ ചുറ്റും വിശ്വസ്തയായ പണിക്കാർ അവളെ പോറ്റി സംരക്ഷിച്ചു ആരാധിക്കുന്നു. ഓരോ തേനീച്ചയും ഒരേ ലക്ഷ്യത്തോടെ. ചിലർ പൂക്കളിൽ പറന്നു തേൻ ശേഖരിക്കുന്നു. ചിലർ കൂടിനുള്ളിൽ തേൻ സെല്ലുകൾ പണിയുന്നു. സഹകരണവും സമർപ്പണവുമാണ് ഇവരുടെ ശക്തി. ഒരു മിടുക്കൻ പണിയാളുടെ ഓരോ ചിറകിലും പ്രകൃതിയുടെ സംഗീതം നിറഞ്ഞിരിക്കുന്നു. കൂടിന്റെ പ്രവേശനത്തിൽ നിൽക്കുന്ന കാവൽക്കാരന്മാർ. അവർ ഭയമില്ലാത്ത സൈനികർ. ഒരു അന്യജീവി അടുക്കുമ്പോൾ അവരുടെ കൂട്ടായ്മ തീപിടിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് അവർ ആ അപകടം അകറ്റുന്നു. കൂടിന്റെ സംരക്ഷണത്തിന് ജീവൻ അർപ്പിച്ച്. ഹണികോംബിന്റെ അകത്തളത്തിൽ ചെറിയ മുട്ടുകൾ വളരുന്നു. പുതിയ ജീവൻ വിരിയുന്നു. പാലുപോലെ വെളുത്ത രാജജില്ലിയിൽ അവർ വളരുന്നു. അവരെ താലോലിക്കുന്നവരും പോറ്റുന്നവരും ഇവർ തന്നെയാണ്. ആയിരക്കണക്കിന് തേനീച്ചകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഒരൊറ്റ മനസ്സായി, ഒരൊറ്റ ഹൃദയമായി. സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന സ്വർണ്ണഹണികോമ്പുകൾ. അവയുടെ നൃത്തത്തിലൂടെ അവർ സംസാരിക്കുന്നു. നാം ഒന്നാണ് എന്ന പ്രകൃതിയുടെ സന്ദേശം. സന്ധ്യ ഇറങ്ങുമ്പോൾ പൂന്തോട്ടങ്ങൾ സ്വർണ്ണനിറം പിടിക്കുന്നു. തേനീച്ചകൾ വീണ്ടും പറക്കുന്നു. തങ്ങളുടെ രാജ്യത്തിൽ തേൻ നിറഞ്ഞ സ്വർണ്ണലോകം പണിയാൻ. പ്രകൃതിയുടെ അദ്ഭുതത്തിൽ നിറഞ്ഞ ഈ ചെറിയ ജീവികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതം പങ്കിടുമ്പോഴാണ് ഏറ്റവും മനോഹരമാകുന്നത്.